7600 രൂപയാണ് ഇതിന്റെ പ്രിന്റഡ് റേറ്റ് വരുന്നത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്ന് വണ്ടി റിവ്യൂ അല്ലെങ്കിൽ യാത്ര വിവരണമോ ഒന്നുമല്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹെൽമെറ്റ് MTയുടെ തണ്ടർ 3 ഹെൽമെറ്റ് ആണ് നമ്മൾ ഇന്നലെ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതിന്റെ MT തണ്ടർ 3യുടെ ഫുൾ റിവ്യൂ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇതിന്റെ ഫുൾ റിവ്യൂ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലൊക്കെ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ആ ഒരു വീഡിയോ കയറിയിട്ട് ഫുൾ അങ്ങ് കാണുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു തണ്ടർ 3 ഹെൽമെറ്റിന്റെ ആകെ കളറൊക്കെ ഫെയ്ഡ് ആയിട്ട് പോയി. അപ്പൊ നമ്മളൊരു പുതിയൊരു ഹെൽമെറ്റ് മേടിക്കുന്ന കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ MT തണ്ടർ 3 കഴിഞ്ഞ് മാറ്റിയിട്ട് അടുത്ത ഒരു ഹെൽമെറ്റ് എടുത്തപ്പോൾ ഏതാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആ ഒരു ഹെൽമെറ്റിന്റെ അൺബോക്സിങ്ങും ചെറിയൊരു റിവ്യൂ പോവാം. അപ്പം നമ്മുടെ പുതിയ ഹെൽമെറ്റ് ഇതാണ്. ഇതിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MTയുടെ റിവഞ്ച് 2ന്റെ RS മോഡലാണ് ഞാൻ വീണ്ടും എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, MT 2 വർഷം ഉപയോഗിച്ചിട്ട് വീണ്ടും ഞാൻ MT തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ ആ MT എനിക്ക് തന്നിട്ടുള്ള എത്രത്തോളം ക്വാളിറ്റിയും എത്രത്തോളം പെർഫോമൻസും തന്നിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് അതിലോട്ട് പിന്നെ കിടക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് നമുക്ക് അൺബോക്സ് ചെയ്യണ്ടേ. അപ്പം എന്റെ ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് കയ്യിൽ വെച്ച് തന്നെ അൺബോക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു കവറിലാണ്. MT മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം, MT നമുക്ക് ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് കിട്ടുന്നത്. ഇതാണ് MTയുടെ ഞാൻ പുതുതായിട്ട് എടുത്തിട്ടുള്ള റിവഞ്ച് 2 എന്ന് പറയുന്ന മോഡൽ. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും, പുതിയൊരു മോഡലാണ്. ഇതിനു മുമ്പ് വരെ റിവഞ്ച് 1 എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു. റിവഞ്ച് 2ന്റെ ഒരുപാട് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് RS എന്ന് പറയുന്നത് ഇതുപോലൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഒരുപാട് സ്പെസിഫിക്കേഷൻ മാറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. MT തണ്ടർ 3 പോലെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ ലിങ്കിൽ കയറിയിട്ട് ആ വീഡിയോ ഫുള്ള് കാണുക. അപ്പൊ നമ്മുടെ പുതിയ ഹെൽമെറ്റിൽ മറ്റേ തണ്ടർ 3 അപേക്ഷിച്ച് എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ട പോലെ അതിന്റെ ഒരു പ്രൈസ് ടാഗും കാര്യങ്ങളും അല്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പൺ ചെയ്തതാണ്. എന്താ പറയട്ടെ. അപ്പം ഹെൽമെറ്റിന്റെ ഒരു ലുക്ക് തന്നെ ഇതാണ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പൊളിയൊരു ലുക്ക് തന്നെയാണ് കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ലുക്ക് തന്നെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് എൻ്റെ കിട്ടിയതും. അപ്പം നമ്മളിതിന്റെ കവറിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഫസ്റ്റ് ഡിഫറൻസ്. MT തണ്ടർ 3യിൽ നിന്നും ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MT തണ്ടർ 3യിൽ വരുന്നത് DD ക്ലിപ്പ് ആണെങ്കിൽ ഇതിനകത്ത് സ്ട്രാപ്പ് ആണ് വരുന്നുണ്ടോ. പക്ഷെ സാധാ ഇതുപോലല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DD കൊടുക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, സേഫ്റ്റി ഒരുപാട്. ഈ ഒരു സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ സേഫ്റ്റി നല്ല രീതിയിലുള്ള DD ആണെങ്കിൽ പക്കാ സേഫ്റ്റിയാണ്, ഒരു കാരണവശാലും ഊരിപ്പോലും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ ഒരു ക്ലിപ്പ് ഇളകി പോകുന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ MTയിൽ ഇത്രയും നാളും DD കണ്ടത്. പക്ഷെ ഇന്ത്യൻ സർട്ടിഫിക്കേഷനിലോട്ട് വരുമ്പോഴത്തേന് കണ്ടോ DD മാറ്റിയിട്ട് ഈ റിവഞ്ച് 2ൽ നമ്മുടെ സ്ട്രിപ്പ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇത് സാധാ കാണുന്ന പോലെയല്ല. ഇത് കണ്ട വേറൊരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റലാണ് കണ്ടാ. എന്ന് വെച്ചാൽ കമ്പിയുടെ സാധനം തന്നെയാണ് ഇത്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു നല്ല കട്ടിയാണ് കേട്ടോ. നല്ല സംഭവം, നല്ല കട്ടിയാണ്. അപ്പം ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. പിന്നെ രണ്ടാമത് ഇതിന്റെ അകത്തെ സോള് കണ്ട, ഇത് രക്ഷയില്ല മക്കളെ. എന്ന് പറഞ്ഞാൽ വേറൊരു കളറും ഒപ്പം തന്നെ ഇതിന്റെ പാഡിങ്. നിങ്ങൾക്ക് അറിയാലോ, എന്റെ MT തണ്ടർ 3യുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാൻ ഇതിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ കളർ ഫേഡ് ആയപ്പോഴും പക്ഷെ അതിനകത്തെ സോള് ഒരു രക്ഷയില്ല മക്കളെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ സോളാണ്. സോള് ചെറുതാവുകയോ അല്ലെങ്കിൽ കുറെ നാൾ വെക്കുമ്പോഴത്തേന് പിന്നെ സംഭവം വൃത്തിയേടോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ്. പിന്നെ രണ്ടാമത്തെ പ്രത്യേകത ആണ് നമ്മുടെ വൈസർ ഓപ്പൺ ആക്കാനായിട്ട് ക്ലോസ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല. ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, പിന്നുണ്ട്. അതിനകത്ത് ഞെക്കി കഴിഞ്ഞാൽ മാത്രമാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഇതിനകത്ത് ഞെക്കിയാൽ മാത്രമേ വൈസർ ഓപ്പൺ ആകത്തുള്ളൂ, വൈസർ തുറക്കാൻ പറ്റത്തുള്ളൂ. ഇത് ലോക്കാണ്. ഇത് ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടോ എത്ര ഇതായാലും തുറക്കൂല. തുറക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഞെക്കണം. അത് ഒരു പക്ക ഡിഫറൻസ് ആണ് രണ്ടാമത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, നമ്മുടെ തണ്ടർ 3ന്ന് നെഗറ്റീവായിട്ട് തോന്നിയത് ഡബിൾ വൈസർ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ തണ്ടർ 3 കാണിച്ചപ്പം ഇതിനകത്ത് ഒരു ഡ്യുവൽ വൈസർ ആയിരുന്നു വരുന്നത്. ഇതിനകത്ത് ഡ്യുവൽ വൈസർ അല്ല, നമ്മുടെ സിംഗിൾ വൈസർ ആണ് വരുന്നത്. അതുകൊണ്ട് നൈറ്റ് പക്കയാണ്. പക്ഷേ ഡേ ടൈമിൽ സൂര്യനൊക്കെ ഒരുപാട് വരുന്ന ടൈമിൽ നമ്മൾ
ഒരു അഡീഷണൽ ഗ്ലാസ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും. അതൊരു പോരായ്മയായിട്ട് എനിക്കിത് തോന്നി. പിന്നെ തണ്ടർ 3യെക്കാട്ടി റേറ്റും ഇതിന് കൂടുതലാണ്, പക്ഷേ വെയിറ്റ് ഇതിന് കുറവാണ്. തണ്ടർ 3 ഹെൽമെറ്റിൽ 1600 ഗ്രാം ആയിരുന്നു വരുന്നത്. നമ്മളത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു ഹെൽമെറ്റ് വരുമ്പോഴത്തേന് 1450 ഗ്രാം. മറ്റേ തണ്ടർ 3യെക്കാട്ടി വെയിറ്റ് കുറവാണ്. അത് നമുക്ക് തണ്ടർ 3 വെക്കുമ്പോഴും അറിയാം കുറച്ച് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം ഈ ഒരു വെയിറ്റും കൂടെ നോക്കിയിട്ടാണ് ഈ ഒരു സാധനം എടുത്തത് കേട്ടോ. ഇതിന് കുറച്ചുകൂടെ വെയിറ്റ് കുറവാണ്. പിന്നെ അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് പോർഷനിൽ ഈ ഒരു സ്ഥലം റിഫ്ലക്ഷൻ ഉള്ളതാണ്. രാത്രിയൊക്കെ ബാക്കിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. ഈ ഒരു ഭാഗം ബാക്കിൽ നിന്ന് നല്ല രീതിയിൽ വെട്ടം അടിച്ചിട്ട് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അത് നല്ലൊരു രസമുണ്ട് കേട്ടോ. രാത്രിയൊക്കെ പോകുമ്പോൾ ബാക്കിൽ നിന്നും വരുന്നവർക്ക് ഈ ഒരു ബാക്ക് പോർഷൻ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നും. പിന്നെ ഇതിന്റെ ഗ്രാഫിക്സ് ഒരു രക്ഷയില്ലാത്ത ഗ്രാഫിക്സ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു വെറൈറ്റി ഗ്രാഫിക്സ്. ഇതുവരെ MD ഒന്നും കണ്ടിട്ടില്ല, MDയിലൊന്നല്ല ഒരു ഇതിലും കണ്ടിട്ടില്ലാത്തൊരു ലുക്കും ഗ്രാഫിക്സ് ഒക്കെയാണ് ഈ ഒരു റിവെഞ്ച് 2ന്റെ RS എന്ന് പറയുന്ന മോഡലിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓപ്പണിംഗ് ഒക്കെ ഏതാണ്ട് ഇവിടെ 2 ഓപ്പണിംഗ് വരുന്നുണ്ട്, എയർ സർക്കുലേഷൻ വരുന്നുണ്ട്. ബാക്കിൽ ഒരു ചെറിയൊരു സ്പോയിലറും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് നല്ല സെറ്റപ്പിൽ തന്നെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലും വെന്റിലേഷൻ, എയർ വെന്റിലേഷൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 എയർ കിടക്കാനുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളും മറ്റൊന്നിൽ നിന്നുള്ള ഡിഫറൻസും വെച്ച് കാണിക്കാം. സംഭവം സെറ്റാണ് കേട്ടോ. ഇത് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുറക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഇവിടുത്തെ ക്ലിപ്പിൽ ഞെക്കിയാൽ മാത്രമേ ഇത് കുറക്കാൻ പറ്റത്തുള്ളൂ. അപ്പം സംഭവം സെറ്റാണ് മക്കളെ, ഒരു രക്ഷയില്ല. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു AGVയുടെ ഒക്കെ ഒരു ഏകദേശം ഒരു ലുക്ക് വരുന്നു തോന്നിയതുകൊണ്ടാണ് ഞാൻ സാധനം എടുത്തത്. നല്ല രസമുണ്ട് സാധനം. പിന്നീട് പറയാനുള്ളത് നമ്മുടെ ഈ നേരത്തെ MDയിൽ ഇതുപോലുള്ള പഞ്ചഡ് അല്ലായിരുന്നു വരുന്നത് കേട്ടോ. ഈ ഒരു സാധനത്തിൽ ഇവിടെ നമ്മുടെ MDയുടെ എംബ്ലം പഞ്ചഡ് ആണ് വരുന്നത്. ഈ ഒരു പോർഷനിൽ MDയുടെ എംബ്ലം പഞ്ചിങ് വരുന്നുണ്ട്. ഈ പഞ്ചിങ്ങും ഈ ഒരു സ്പോയിലറും ഒരു തണ്ടർ 3യിൽ നിന്ന് നോക്കുമ്പോഴത്തേനും ഒരു ഡിഫറൻ്റ് ആണ് ഈ ഒരു സംഭവമാണ് തരുന്നത്. പിന്നെ ഇവിടെയും MDയുടെ ഈ തണ്ടർ 3യിൽ നേരത്തെ നമുക്ക് ഇവിടെ ഓപ്പണിങ്ങോ എയർ സർക്കുലേഷനോ ഒന്നുമില്ലായിരുന്നു. ഇവിടെ 2 സർക്കുലേഷൻ ഉണ്ട്. നമ്മുടെ തണ്ടർ 3 അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും എയർ വെന്റ് ഒരുപാട് കൂടുതലാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ചും കൂടെ ഒക്കെ കാറ്റ് നന്നായിട്ട് കയറി ഇറങ്ങി പോകും. പക്ഷെ ഒരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടർ 3 അപേക്ഷിച്ച് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ഹെൽമെറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേന് ഇതിനകത്ത് ഡ്യുവൽ വൈസർ ഇല്ല. അതൊരു പോരായ്മ തന്നെയാണ്. ബാക്കി എല്ലാം നോക്കുമ്പോഴത്തേന് അടിപൊളി സാധനം. പിന്നെ ഇതിന്റെ റേറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 7600 രൂപയാണ് ഇതിന്റെ പ്രിന്റഡ് റേറ്റ് വരുന്നത്. ഏകദേശം 7500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുതൽ നമ്മുടെ കയ്യിലിരിക്കും. അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്നൊക്കെ ആണെങ്കിൽ പറയാം. പക്ഷെ ഡ്യുവൽ വൈസർ കൂടെ കൊടുത്തിരുന്നെങ്കിൽ പക്ക വാല്യൂ ഫോർ മണി തന്നെയായിരുന്നു. പക്ഷെ ഇതിന്റെ ഒരു ലുക്കും ബാക്കിയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. ഞാൻ കടയിൽ പോയ ടൈമിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റൊരു ഓപ്ഷൻ സോളായിരുന്നു. സോൾ അത്യാവശ്യം നല്ല ഹെൽമെറ്റ് തന്നെയാണ്. പിന്നെ സോളിൽ നിന്നും എന്തുകൊണ്ട് ഇത് എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കടയിൽ പോയിട്ട് വെച്ച് നോക്കുക ഈ 2 സാധനം. അല്ല നമ്മൾ ഒരാൾ പറയുന്ന കേട്ടല്ല, നിങ്ങൾ ഈ ഒരു സോളും ഈ ഒരു MD ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുക്കുന്നവർ ഈ ഒരു MDയും സോളും കൂടെ എടുത്തിട്ട് വെച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതാണ് മോർ കംഫോർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്. സോളും നല്ല ബ്രാൻഡാണ്, MD നല്ല ബ്രാൻഡാണ്. എനിക്ക് കുറച്ചും കൂടെ കംഫോർട്ടായിട്ടും കുറച്ചും കൂടെ നല്ല ഇതായിട്ടും തോന്നിയത് MD തന്നെയാണ് വീണ്ടും. അതുകൊണ്ടാണ് വീണ്ടും എടുത്തത്. ഇപ്പം നേരത്തെ തന്നെ കാട്ടിയും ഒരുപാട് കളക്ഷൻസ് LS2 ഉണ്ട് കേട്ടോ. LS2 വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. പക്ഷേ MDയും സോളുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതും അതാണ്. അപ്പൊ എന്തായാലും ചെക്ക് ചെയ്യുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 7500 പ്രൈസ് റേഞ്ചിൽ നോക്കുന്നവർ ഈ MDയുടെ റിവെഞ്ച് 2ന്റെ ഈ ഒരു മോഡൽ RS എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കൂടെ നോക്കുക. അത്യാവശ്യം ഈ ഒരു ഗ്രാഫിക്സ് നിങ്ങൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത ഒരു ഗ്രാഫിക്സ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്യാവശ്യം നല്ല ബാർകോഡും കാര്യങ്ങളും എല്ലാം വരുന്നത്. RS എന്ന് പറയുന്ന ഇതിനകത്ത് തന്നെ ഉണ്ടല്ലോ ഒരു പൈസയുടെ ഒക്കെ ബാർകോഡും കാര്യങ്ങളും എല്ലാം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഞാൻ എടുത്തൊരു ഹെൽമെറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം എന്റെ ഈ ഒരു ചാനൽ അടുത്ത വീഡിയോ കിട്ടാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ. ഞാൻ ഈ ഹെൽമെറ്റ് എടുത്ത ഷോപ്പിൽ കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ആ ഒരു ഡിസ്കൗണ്ട് തരാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽമെറ്റോ എന്തെങ്കിലും ഗിയേഴ്സൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത ഷോപ്പിലൊക്കെ ഒന്ന് റേറ്റ് തിരക്കുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ആ ഒരു സാധനത്തിൻ്റെ പേരും റേറ്റും കൂടെ അയച്ചു കഴിഞ്ഞാൽ എത്രത്തോളം മാക്സിമം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസ്കൗണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അപ്പം ഇതുപോലുള്ള വീഡിയോയിലും കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാം. പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ.